ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എവിടേക്കാണ് യാത്ര എന്നുള്ളത്. ഒരുപാട് കാലമായിട്ട് ഷോർട്സുകളിൽ കണ്ടുകൊണ്ടിരിക്കാനാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട്. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. മഴക്കാലത്ത് പോകണമെന്ന് കരുതി കഴിഞ്ഞാൽ മഴക്കാലത്തൊന്നും ഞാൻ നാട്ടിലുണ്ടാവാറില്ല. അങ്ങനെ പോയി കണ്ട കാഴ്ചകളാണ്. 30 സെക്കൻഡ് വീഡിയോസിലൊന്നും ഒതുക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല അവിടെ ഉള്ളത്. അതിലെനിക്കിഷ്ടപ്പെട്ട എൻ്റെ കണ്ണിൽ എൻ്റെ ക്യാമറയിൽ കൂടെ കണ്ട ഞാൻ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി. ഞങ്ങൾ 4 പേരും കൂടെ പോയൊരു യാത്രയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമാണ്. രാവിലെ 6 മണിക്ക് എണീറ്റ് യാത്ര തുടങ്ങി ഒരു 7 മണി 7:15 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കരുതി വെയിലൊക്കെ ആയിട്ടുണ്ടാവും, അന്തരീക്ഷമൊക്കെ മാറിയിട്ടുണ്ടാവും, ഈ കണ്ട കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് അവിടെ കിട്ടില്ലാന്ന്. പോയി കണ്ട വിഷ്വൽസ് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അവിടെ കണ്ട ആ ഒരു പച്ചിലക്കാടിനുള്ളിലെ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം അത്രയ്ക്കുണ്ട്. പോയി കാണാൻ പറ്റുന്നവർ പോയി കാണും. ചന്ദനക്കാവിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയ പ്രതീതിയാണ്. കാരണം അത്രയ്ക്ക് പ്രതിഷ്ഠകളുണ്ട് അവിടെ. നമുക്ക് തൊഴാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. കുറച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ വന്ന് തൊഴുന്നത് ഞാൻ കണ്ടു. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ വന്നു പോകുന്നത് ഞാൻ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി വരാം. അത്രയ്ക്ക് നല്ലൊരു കാവാണ്, അതിലേറെ ഒന്നും പറയാനില്ല.